നമസ്കാരം. ഞാൻ ഡോക്ടർ കസ്തൂരി നായർ. ആയുർവേദ ശാസ്ത്രം കേവലം ഒരു മിത്തോളജിക്കൽ ബേസിൽ പോകുന്ന ഒരു ചികിത്സാശാസ്ത്രം മാത്രമല്ല. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെ ഒഴിവാക്കി എന്താണ് ആയുർവേദ ശാസ്ത്രം എന്ന് ഗാഢമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ആയുർവേദത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ ഗ്ലോബൽ ഡിസീസ് ബർഡൻസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും വരുന്ന ഒരു അസുഖമായി 393.11 മില്യൺ ആൾക്കാർക്ക് കണക്കാക്കുന്ന ഒരു അസുഖമായി വരുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിനെയാണ്. എന്നാൽ അതിൽ ആയുർവേദ ശാസ്ത്രത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജീവിതശൈലി രോഗമാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ വരുത്തേണ്ട വ്യതിയാനങ്ങളെപ്പറ്റി വളരെ പ്രധാനമായി നമ്മൾ അതിൽ മനസ്സിലാക്കണം. മിതമായ രീതിയിലുള്ള ആഹാരം, കൃത്യമായ വ്യായാമം, അതുപോലെ തന്നെ ലോ ഷുഗർ ഡയറ്റ്, ലോ കാർബ് ഡയറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് 20-നും 25-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരിൽ തന്നെ കണ്ടു തുടങ്ങുന്ന കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥയെ പോലും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ആയുർവേദത്തിന് ചികിത്സയുണ്ടോ എന്നുള്ളതാണ് മറ്റു ചിലരുടെ ക്വസ്റ്റ്യൻ. എന്നാൽ അതിന് സാധ്യതകളുണ്ട്. കൃത്യമായിട്ടുള്ള മരുന്ന് സേവയും അതുപോലെ ജീവിതശൈലി കൃത്യമായിട്ട് നമ്മൾ ക്രമീകരിച്ചു പോവുക, കൃത്യമായ വ്യായാമം, യോഗ, ഇതൊക്കെ സേവിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മെഡിസിനൽ പ്രിപ്പറേഷനാണ് ലശുനേരണ്ടാതി കഷായം എന്ന് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഒരു മരുന്ന്. അതിൽ വെളുത്തുള്ളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആയുർവേദത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അത് കുറേ മിനറൽസ് ആണ്, സ്റ്റിറോയിഡ്സ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ വെളുത്തുള്ളി പോലുള്ള ചേരുവകൾ ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു ചെറിയ മെഡിസിൻ, ലശുനേരണ്ടാതി കഷായം എന്ന് പറയുന്ന സഹസ്രയോഗത്തിൽ പറയുന്ന മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊറോണറി ആർട്ടറി ഡിസീസ് പോലുള്ള അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ കാവേരി നായർ. ഞാൻ പങ്കജ കസ്തൂരി ഗ്രൂപ്പിലെ ഡയറക്ടറാണ്. ആൻഡ് ഇന്നിപ്പോൾ ഇവിടെ 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ ഉള്ളത്. ആൻഡ് ഇവിടുത്തെ ഒരു കഴിഞ്ഞ 5 ദിവസമായിട്ടുള്ള ഇവിടുത്തെ ഒരു കാഴ്ച ഞങ്ങൾക്കൊരു വല്ലാത്ത എനർജിയാണ് തരുന്നത്. ആയുർവേദത്തിന് സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഒരു അക്സെപ്റ്റൻസ് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രതിഫലിച്ച് കാണുന്നതും. ആൻഡ് ഇന്നും എന്നാൽ കുറച്ച് സമൂഹത്തിലൊരു നല്ല ശതമാനം ഇപ്പോഴും അലോപ്പതിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അതിനെ ബഹുമാനമില്ലാതെ കാണുന്നില്ല. ഏറെ ബഹുമാനത്തോടെയാണ് അലോപ്പതി വിഭാഗത്തിനെയും ഞങ്ങൾ നോക്കിക്കാണുന്നത്. എന്നാൽ ചിലരിലെങ്കിലും ആയുർവേദം അർഹിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് ആയുർവേദത്തിൻ്റെ ചില മേഖലകളിലെങ്കിലും ലഭിക്കുന്നില്ല. പലപ്പോഴും ഇതൊരു ശാസ്ത്രമല്ല, അല്ലെങ്കിൽ എവിഡൻസ് ഇല്ല, പ്രൂഫുകളില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഇന്നും സമൂഹത്തിൽ ഉയരുന്നുണ്ട്. അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് പങ്കജ കസ്തൂരിയെ സംബന്ധിച്ച് പങ്കജ കസ്തൂരി ആയുർവേദത്തിൻ്റെ റിസർച്ച് ഫീൽഡിൽ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെ ഇപ്പോൾ ആയുർവേദത്തിൽ ക്ലിനിക്കലായാലും പ്രീ ക്ലിനിക്കലായാലുമുള്ള അത്തരം എല്ലാ റിസർച്ചുകൾക്കും ഒടുവിലാണ് ഞങ്ങളുടെ ഓരോ പ്രോഡക്ട്സും പുറത്തിറങ്ങുന്നത്. ആൻഡ് പല റിസർച്ചും പല ഇൻ്റർനാഷണൽ ജേർണൽസിലും പബ്ലിഷ്ഡ് ആയതിനു ശേഷമാണ് ഞങ്ങളത് പ്രോഡക്റ്റായിട്ട് ഇപ്പോൾ കമേഴ്ഷ്യലി ഇറക്കുന്നത് തന്നെ. ആൻഡ് ഈവൻ കോവിഡിൻ്റെ സമയത്തായാൽ പോലും ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള സിഞ്ചിവീർ ഹെച്ച് എന്ന് പറയുന്ന ഒരു ഡ്രഗ്, ആ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ ഞങ്ങളുടെ റിസർച്ച് ടീം അതൊരു വലിയ വിജയമായി തന്നെ ഞങ്ങൾ ഇപ്പോഴും അത് മനസ്സിലാക്കുന്നു ഞങ്ങളുടെ റിസർച്ചിൻ്റെ. ആൻഡ് അഫ്കോഴ്സ് എമർജൻസി മാനേജ്മെൻറ്റിൽ പലപ്പോഴും അലോപ്പതിയെ നമുക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് ആവശ്യമായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു വലിയ സഹായം തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ചികിത്സാ രീതിയിലോ അല്ലെങ്കിൽ ഒരു ജീവിത ശൈലിയായിട്ടോ ഒക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ആയുർവേദം എന്നുള്ളതാണ് ഞങ്ങളുടെ റിസർച്ച് ടീമിൻ്റെ വർക്കിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് ഡേറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആയുർവേദം എല്ലാവരും ശീലമാക്കൂ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം ഇന്ന് GAFന്റെ ഭാഗമായിട്ട് പങ്കജ കസ്തൂരിക്ക് ഇവിടെ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത്. എല്ലാവർക്കും
ആരോഗ്യമുണ്ടാകട്ടെ, ആയുസ്സുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. താങ്ക് യു.